അപ്പച്ചാ എന്താ രാജു? അപ്പച്ചാ എനിക്കൊരു 50 രൂപയോ? എന്തിനാ മോനെ? എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങാനാ. അമ്മച്ചിനെ വാങ്ങിച്ചോട്ടാ, അമ്മച്ചിനെ കൊടുത്തിട്ടാ. താങ്ക് യു അപ്പച്ചാ. ഉമ്മ. അപ്പച്ചാ എന്താ മോനെ? എനിക്കൊരു 100 രൂപയോ? എന്തിനാ മോനെ? എനിക്ക് റിമോട്ട് കാർ വാങ്ങാനാ. തരാലോ. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പിള്ളേർക്ക് പൈസ കൊടുത്ത് വഷളാക്കിക്കോട്ടാ. പിള്ളേരുടെ സന്തോഷമല്ല നമ്മളുടെ സന്തോഷം. താങ്ക് യു അപ്പച്ചാ. ഉമ്മ. മതി, ആട്ടുമീനെ കളിപ്പിച്ചത് മതി, വന്ന് കിടക്ക്. What is the verb? Can anybody give answer? Yes, Mila? No, wrong answer. Yes, Raju? The action words are called verb. Very good, Raju. Give a round of applause to Raju. ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് ഞാൻ ഒരു ഉത്തരം പറഞ്ഞില്ലേ. എടി നിനക്ക് മിഠായി വേണോ? അതിന് തന്നെ കാശുണ്ടാ? എടി കാശൊക്കെ എന്നെ ട്രീ ഞാൻ നിനക്ക് മേടിച്ചില്ലേ. നീ സൈക്കിൾ മേടിച്ചേ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. പോവാ. സ്കൂളിലെ കുട്ടികളെ കൂടുതൽ പിടിക്കണം, നിനക്ക് നല്ല കമ്മീഷൻ തരും കേട്ടാ. അപ്പോ ഇതിലുണ്ട്, സൂക്ഷിച്ചു കൊണ്ടുപോകാം. രാജു, എന്റെ ഒരു ഐറ്റം ഉണ്ട്, നീ ഇന്ന് അടിച്ചു നോക്കി. എനിക്ക് വേണ്ട. നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഞാൻ ഒരു സാമ്പിൾ ആയിട്ട് നിനക്ക് തരാം. നീ അടിച്ചു വേറെ ലോകത്തേക്ക് എത്താം. എടാ അത് പ്രശ്നമാവില്ലേ? ഇല്ല, ഞാൻ നിനക്കിപ്പോ ഫ്രീ ആയിട്ട് തരാം. നീ ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറ. എടി വാവച്ചി ആ യൂണിഫോം അയച്ചിട്ട് പോടി. ഒന്ന് പോ ചേട്ടാ. വാവേ, വാവിച്ചേ. ആടിനെ പുനരിച്ചിരിക്കായിരിക്കും. രാജു, അവൻ മൊബൈൽ ഫോണില് ഗെയിമും കളിച്ച്. വന്ന് ചോറ് കഴിക്കണ്ട വാവേ.
വാവിച്ചേ രാജു 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 എന്താമ്മ ഞാൻ മോളുണ്ട് പഠിക്ക. അതിന് ഭക്ഷണം കഴിച്ചിട്ട് പഠിക്കാം മോനെ. വാ വന്ന് ഭക്ഷണം കഴിക്കേ. വാ. ആ വരാ. Morning. Please be seated. Are you interested in scouting? Yes. There are two wings in the scout. Do you know what are the two wings? For girls and for boys, there are two wings. Do you know what is that? For girls it is guides. For boys it is. Raju, എന്ത് പറ്റി? സാറേ തലവേദനക്കുണ്ട് സാർ. എഴുന്നേറ്റ് ആ സിക്ക് റൂമിൽ പോയി. അമ്മേ ഞങ്ങളുടെ സ്കൂളിൽ എക്സിബിഷൻ നടക്കണ്ടമ്മേ. എന്താ എക്സിബിഷൻ? അത് കുറച്ച് അനിമൽസിനെ പറ്റിയൊക്കെയാണ് എക്സിബിഷൻ വെച്ചേക്കണേ. എന്നാ അത് അടുത്ത ആഴ്ച. നീ നന്നായിട്ട് പഠിക്കണ്ട മോനെ. ഞാൻ നന്നായിട്ട് പഠിക്കണ്ടമ്മേ. നിനക്കറിയാലോ അച്ഛൻ എത്ര രൂപ പലിശക്ക് എടുത്തിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും പഠിപ്പിക്കണേന്ന്. അതുപോലെ അമ്മയ്ക്കും ഉണ്ട് കുടുംബശ്രീയിലെ ലോൺ. മോൻ നന്നായി പഠിക്കണം. നിങ്ങൾ രണ്ടുപേരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേട്ടാ. വരണോട്ടാ. മഴ പെയ്യണ്ട്. കൊടയൊക്കെ എടുത്തിട്ട് പോ. എവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കാതെ വേഗം വാ. ആലീസേ ഇവളെവിടെ പോയി കിടക്കണത്? എടി ആലീസേ, ഈ കുടുംബശ്രീയിലെ പൈസ അടച്ചില്ലേ? ചേച്ചി ഞാനതേ അടുക്കളയില് ചെപ്പിലിട്ട് വെച്ചിരുന്നതാ. നോക്കിട്ട് കാണുന്നില്ലേ ചേച്ചി? നിന്റെ ഈ മുടന്റെ ന്യായങ്ങളൊന്നും പറയണ്ട. നീ 2 ദിവസത്തിനുള്ളിൽ ഈ കുടുംബശ്രീയുടെ പൈസ എൻ്റെ വീട്ടിലെത്തിച്ചേക്കണം. പറഞ്ഞത് കേട്ടില്ലേ? ഷാജിയേട്ടാ ചേട്ടാ കുറച്ച് പൈസക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. പൈസ ഒക്കെ തരാം, പക്ഷേ പലിശ കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ അപ്പാ. എന്താടാ? എനിക്കൊരു 1000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നപ്പാ. എന്തിനാ പൈസ? അപ്പൊ അത് സ്കൂളിൽ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഒരു വീട് പണിത് കൊടുക്കാനായിരുന്നു. അപ്പൊ മിസ് പറഞ്ഞ് എല്ലാവരും പിരിവിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഒരു 1000 രൂപ വേണമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച നീ 1000 രൂപ വാങ്ങിച്ചോണ്ടത്? അത് അവിടത്തെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയായിരുന്നു. എന്ത് പ്രൊജക്ട്? എന്നും നീ പൈസ വാങ്ങിച്ചോണ്ടില്ല. ഞാൻ ഈ കടയും വലം മേടിച്ചിട്ട് എന്നും പൈസ എല്ലാ ആഴ്ച നിനക്ക് പൈസ തരുന്നു. അതൊന്നും പറഞ്ഞു. ഞാൻ എവിടുന്ന് പൈസ ഉണ്ടാക്കി നിനക്കറിയാമോ? എന്ന് എനിക്ക് എനിക്ക് ഈ കാശ് എവിടെ നിന്ന് ഉണ്ടാവണത്? ഞാൻ സിസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീ എന്തിനാ പൈസ എന്ന് അറിയണല്ലോ. വിട്, സിസ്റ്റർ വിളിച്ചു നോക്കട്ടെ. ഹലോ, സെന്റ് ജോസഫ് സ്കൂൾ. സിസ്റ്റർ അല്ലേ? അതെ, പറയൂ. ആ പാവപ്പെട്ട കുട്ടിക്ക് വീട് പണിയാൻ സംഭാവന കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ, അങ്ങനെയൊന്നും നിർദ്ദേശം കൊടുത്തിട്ടില്ലല്ലോ. ഒരു 5 മാസം മുമ്പ് ഒരു പാവപ്പെട്ട കൊച്ചിന് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തായിരുന്നു. അല്ലാതെ ഈ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സിസ്റ്റർ. ശരി എന്നാ. പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മളുടെ സന്തോഷം. താങ്ക് യു അപ്പച്ചാ.
അതില് നിന്റെ ഐറ്റുണ്ടോ? ആ കാശ് സാധനം തരാം. എടാ എന്റെ കാശിപ്പില്ല, ഞാൻ എങ്ങനെയും നിനക്ക് ഒപ്പിച്ചു തരാം. കാശിന്റെ സാധനം തരാം. ഈ cash അല്ല സാധനം. എടാ എന്നെ കാശില്ല, നീ സാധനം ഇല്ല. എടാ എങ്ങനെയും പെട്ടെന്ന് ഞാൻ ഒപ്പിച്ചാ. കാശുണ്ടോ സാധനം തരാം. എടാ എന്റെ പിപ്പില്ല, നീ നീ ഒറ്റങ്ങാനാണ് എന്നെ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എടാ നീ സാധനം സാധനം തരാം. എല്ലാ ഐറ്റം ഒന്നും ഇല്ല, വേഗം വിട്ടോ. എടാ സാധനം എന്താ? നീ സാധനം താടാ. ഇല്ല വിട്ടോ, വിട്ടു പോ. ഞാൻ ചോദിക്കാണ്, സാധനം താ. നീ സാറ് ഞാൻ പറഞ്ഞില്ലേ കാശിന്റെ സാധനം തരും. എനിക്കിത് വെറുതെ കിട്ടുന്നൊന്നല്ല. എന്റെ ഇപ്പൊ കാശില്ല, നീ എന്റെ അവസ്ഥ മനസ്സിലാക്കി. എന്റെ എന്റെ അവസ്ഥ എനിക്കറിയാം. നീ വിട്ടോ. അയ്യോ എടി രാജുവേട്ടാ, രാജുവേട്ടാ, ചേട്ടൻ എന്താ ചേട്ടൻ എന്താ അങ്ങനെ? എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? കാശപ്പോടാ ബെല്ലടിച്ചില്ലേ? ചേട്ടാ എന്താ മോനെ? ചേട്ടാ ഐറ്റം ഉണ്ട് ചേട്ടാ. ഉണ്ടല്ലോ ചേട്ടാ വേഗം മോന്റെ കയ്യിൽ കാശുണ്ടോ? ചേട്ടാ ഇപ്പൊ കാശില്ല, ഞാൻ എങ്ങനെ ഒപ്പിച്ചു തരാം. കാശില്ലാണ്ട് ഒരു പരിപാടി നടക്കൂല. ചേട്ടാ ഞാൻ സാധനം കിട്ടണ കാശ് വേണം. ചേട്ടാ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കേട്ടാ. ചേട്ടൻ സാധനം എന്താ? കാശില്ലാണ്ട് നടക്കൂല മോനെ. പൊക്കോ ചേട്ടാ ഒന്ന് മനസ്സിലാക്കേട്ടാ. കാശില്ലാണ്ട് നടക്കൂല. ചേട്ടാ പ്ലീസ് നടക്കൂല മോനെ. നടക്കൂല സാധനം എന്താ ചേട്ടാ? കാശില്ലാണ്ട് സാധനം നടക്കൂല മോനെ. കാശില്ലാണ്ട് അങ്ങനെ കിട്ടാ. സാധനം വേണേ കാശ് വേണം, സാധനം ഇല്ലെങ്കിൽ കിട്ടില്ല. പൈസ ഇങ്ങനെ ഒപ്പിച്ച് തരാം ചേട്ടാ. ഞാൻ ചേട്ടൻ ഇല്ല മോനെ, നീ പൊക്കോ, വിട്ടു പോ. കൊടുക്കാണ്ടല്ലോ. ഇതൊരു വെടക്കാടാണല്ലോടാ. ഇതെന്റെ അന്നെയാണോ? ഇതെന്താണ് ഇപ്പൊ നീ കൊടുക്കണേ? അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയണേ. അപ്പൊ അതിന് വേണ്ടി കുറച്ച് പൈസക്ക് വേണ്ടിയാണ് ഞാനിപ്പോ വന്ന് അടിയിൽ നിൽക്കണം. ഇജ്ജ് പറയണതൊക്കെ സത്യമാണോടാ? ഞാൻ പറഞ്ഞ സത്യമോ? ഇതിപ്പോ നമ്മളൊരു വില കൂടെ തരാം. അത് മതി. അതില് നിന്റെ സാധനമില്ലേ? സാധനൊക്കെ ഉണ്ട്, പൈസ ഉണ്ട് നിന്റെ. എടാ പൈസ ഒക്കെ ഉണ്ട്. നീ ഇത് പിടിച്ചേ, സാധനം വേഗം എടുത്തേ. ഇതെവിടെ നിന്ന് ഒപ്പിച്ച്? എടാ അതൊക്കെ ഞാൻ ഒപ്പിച്ച്, നീ അതൊന്നും അറിയണ്ട. സാധനം പിടി. മാളൂട്ടി, 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 മാളൂട്ടി. മാളൂട്ടി എവിടെ പോയി? മാളൂട്ടി, മാളൂട്ടി. അയ്യോ മാളൂട്ടി, അയ്യോ അമ്മേ, മാളൂട്ടി, അമ്മേ, അമ്മേ, അമ്മ മാളൂട്ടിനെ കാണാനില്ല. മാളു എല്ലാവരും നോക്കിയതേ. ഒന്നുമില്ല മോളെ, അന്വേഷിക്കാം മോളെ. അയ്യോ
അറിയാണ്ട് കാര്യം പറയണ എന്റെ ആടിനെ തിരിച്ചു തരൂക്ക. നമ്മുടെ കായ കൊണ്ടുണ്ടോ? ചെലവായി പോയിക്കാ. അതിനെ കൊണ്ടൊന്നും കാര്യമില്ലടാ, അതൊക്കെ നേരത്തെ മട്ടൻ ബിരിയാണി ആയി. സോറി, ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. ഞാൻ കാരണോ എന്റെ വാച്ചനെ വിട്ടുപോയത്. ഞാൻ കാരണോ എന്നെ നശിച്ച ദുശീലം കാരണ ഇതൊക്കെ സംഭവിച്ചത്. ഇനി എനിക്ക് ഈ സാധനം വേണ്ട. ഇതാണ് എന്റെ വാവച്ചിനില്ലാതാക്കിയത്. വാവച്ചി എന്നോട് പൊറുക്ക് വാവച്ചി. എന്നോട് ക്ഷമിക്കേ, ചേട്ടനോട് ക്ഷമിക്കേ. നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളെ യുവജനതകളെ, മയക്കുമരുന്ന് ഒരു മരണം തന്നെയാണ്. സ്വപ്നങ്ങൾ കവർന്നെടുക്കുന്ന ഈ മരണസുഖത്തെ വലിച്ചെറിയൂ. സ്വപ്നങ്ങൾ ഫലവത്താകാൻ മയക്കുമരുന്ന് വേണ്ട. നന്മയുള്ള മനസ്സും ഒരുമയുള്ള പരിശ്രമങ്ങളും മാത്രം മതി. മയക്കുമരുന്നിൽ നിന്ന് മോചനം നേടൂ, ജീവിതം സംരക്ഷിക്കൂ.